ഇവിടെ ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച ഒരു നവജാത ശിശുവിന്റെ ആ കുടുംബത്തിന്റെയും അവസ്ഥയൊക്കെ അതിൽ നിന്ന് ഇന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ശിശുവിന്റെ ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് പണം ഈടാക്കി എന്നുള്ളതാണ്. അത് നമ്മൾ കുറെ ചർച്ച ചെയ്തു. ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച നവജാത ശിശുവിന് ചികിത്സയ്ക്ക് ഈടാക്കിയ പണം തിരികെ നൽകി. പരിശോധനകൾക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ഈടാക്കിയ തുകയാണ് മടക്കി നൽകിയത്. കുഞ്ഞിന്റെ അച്ഛന്റെ പ്രതികരണം അല്പസമയം മുൻപ് വന്നിരുന്നു. അദ്ദേഹം KC വേണുഗോപാൽ MP-യുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണമല്ല, മറിച്ച് കുഞ്ഞിന്റെ ചികിത്സ, അതിൽ ഒരു വീഴ്ചയും ഉണ്ടാകരുത്, ലഭ്യമായ എല്ലാ ചികിത്സയും കുഞ്ഞിന് ഉറപ്പാക്കണമെന്നാണ് കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞത്. KC വേണുഗോപാൽ MP-യുടെ ഒരു ഇടപെടൽ, കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ, അത് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അന്ന് ഉണ്ടായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. അവിടെ ഇരിക്കുന്ന എല്ലാം ട്രെയിനീസുകളാണ്, അവർക്കറിയാതെ വാങ്ങിയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു 250 അല്ലെങ്കിൽ അതിനു മുമ്പ് വാങ്ങിച്ച 250 അല്ല പ്രശ്നം. എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ ഉറപ്പാക്കലാണ്. അതിനുള്ള നടപടിയാണ് വേണ്ടത്. ഇപ്പം ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ചികിത്സ ഉറപ്പാക്കുമെന്ന്. ഔദ്യോഗികപരമായിട്ട് എനിക്ക് യാതൊരുവിധ അറിവും എനിക്ക് കിട്ടിയിട്ടില്ല. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, രാവിലെ മുതൽ ഇക്കാര്യം പറഞ്ഞതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച കുഞ്ഞിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് ഇങ്ങനെ തുക ഈടാക്കി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന നാണക്കേട് തന്നെയായിരുന്നു. ഇപ്പോൾ ദാ തുക മടക്കി നൽകുന്നു. അതോടൊപ്പം തന്നെ നടപടി എവിടെ എന്നുള്ള ചോദ്യവും ആ കുടുംബം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അതെ, ആദ്യം മുതൽ തന്നെ ഈ കുടുംബം ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർക്കെതിരെ, സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തന്നെയാണ് ഇവർ പോലീസിലും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകിയത്. സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ആ 2 സ്കാനിംഗ് സെന്ററുകളിലെയും സ്കാനിംഗ് മെഷീനുകൾ പൂട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി. അഡീഷണൽ ഡയറക്ടർ നേരിട്ടെത്തി ഇവിടെ അന്വേഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി ആ ഒരു റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 3 ആഴ്ച 1 മാസത്തോളം ആയെങ്കിൽ പോലും ഇത് സംബന്ധിച്ചൊരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് അവർ നിരന്തരം എന്നും ഈ മിക്കവാറും ദിവസങ്ങളിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകുന്നുണ്ട്. ആലപ്പുഴ നഗരത്തിൽ നിന്നൊരു 10 കിലോമീറ്ററിലധികം ഉണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക്. അവർ നഗരത്തിൽ നിന്ന് കാറിലാണ് അവിടെ പോകുന്നത്. അയാൾ ഒരു ടാക്സി ഡ്രൈവറാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ. പക്ഷേ ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ നിരന്തരം പോകേണ്ടതുകൊണ്ട് അയാൾക്ക് ജോലിക്കൊന്നും പോകാൻ വേണ്ടി കഴിയുന്നില്ല. വലിയ അല്പം ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനിടെയാണ് ചില പരിശോധനകൾക്ക്, തൈറോയിഡിൻ്റെ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് പണം ഈടാക്കുന്നത്, പുറത്തു നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നത്. അതൊക്കെ ആ കുടുംബത്തിന് വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ മാനസികമായ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ അന്വേഷണത്തിനായി വന്ന ആരോഗ്യവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് പറഞ്ഞത്, കുഞ്ഞിൻ്റെ എല്ലാവിധമായ ചികിത്സകളും സൗജന്യമായിരിക്കുമെന്നും കുഞ്ഞിന് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും ചെയ്തു നൽകുന്നു. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ വീഴ്ച വരുന്നത് എന്നുള്ളത് ഒരാളുടെ വീഴ്ചയായിരിക്കും. പക്ഷേ അപ്പോഴും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത് പോലെ തന്നെ ആരോഗ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ പോലെ അതിനൊരു ഗവൺമെന്റ് കാര്യമായതുകൊണ്ട് തന്നെ, സർക്കാർ കാര്യമായതുകൊണ്ട് ഉറപ്പ് പറയുന്നുണ്ട്, ഉറപ്പ് ആ കുടുംബത്തിന് നൽകുന്നുണ്ട്, ആ ചികിത്സയ്ക്ക് ഈടാക്കിയ പണമൊക്കെ തിരികെ നൽകുന്നു. പക്ഷേ ആ സാഹചര്യം തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.